സർവശക്തനായ ദൈവടയാക്കി തീർത്ത വിലയേറിയ കരുണയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ചിരിച്ച മുഖത്തോടെ ഹല്ലേലൂയ, ആമേൻ. നമ്മൾ മരിച്ച ദൈവത്തെയല്ല ആരാധിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തെയാണ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കാണാം, നമ്മയോടൊന്ന് സംസാരിക്കാൻ അവൻ ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. അതെന്നെ തുടരണം, എന്നോടൊന്ന് സംസാരിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിശ്ചയമായി നമ്മോട് സംസാരിക്കും. നമ്മുടെ വിരൽ കൊണ്ട് തൊടത്തക്ക അത്രയും ദൂരത്തിൽ എന്റെ ദൈവം നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവിനോട് ചേർന്ന നിത്യരാജ്യത്തിൽ സപ്തവർണ്ണങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ നിത്യ കൊട്ടാരത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരു പാപം കൂടാതെ ദൈവത്തോട് ചേരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ഒരുപക്ഷെ അറിയാത്ത ഒരു കാര്യം, ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം നടന്നപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാകിസ്ഥാനിലേക്ക് ഹല്ലേലൂയ ജെറ്റ് വിമാനങ്ങൾ പറന്ന് ഉയർന്നത് ഇന്ത്യൻ വംശജരായ ആൾക്കാരല്ല, യഹൂദ പെൺകുട്ടികളാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കാത്ത കാര്യം, ഇസ്രായേലിൽ നിന്ന് യഹൂദ പെൺകുട്ടികൾ ഹല്ലേലൂയ പാകിസ്ഥാനിലേക്ക് ഹല്ലേലൂയ ജെറ്റ് എയർവേസ് ഓടിച്ച് അവിടെ പോയി യുദ്ധം നടത്തി തിരിച്ചു മടങ്ങി വന്നു. കാരണം കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഹല്ലേലൂയ കാലത്തിന്റെ യവനിക തീരുന്നതിന് മുമ്പ് ദൈവം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. നമ്മുടെ യൗവനക്കാരിയായ 18, 19, 20 വയസ്സായ യൗവനക്കാരി യൂത പെൺകുട്ടികൾ പറപ്പിച്ചു പോയി. അവിടേക്ക് പലരെയും ബോംബുകളിട്ടും അതേം കൊന്നിട്ടും തിരിച്ചു മടങ്ങി വന്നു. അതിന് കാരണം കർത്താവ് വരാൻ സമയമായി. അടുത്തടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. അതിന് നിങ്ങളിപ്പോൾ നമ്മൾ വേളിയിലും ശംഖുമുഖത്തൊക്കെ പോയാൽ അവിടെയെല്ലാം വെള്ളം അതിശക്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പാലമെല്ലാം മുറിഞ്ഞു പോയി. ഇതുവരെ ഇത്രയും വലിയ പ്രകൃതിക്ഷോഭങ്ങൾ കടന്നു വന്നിട്ടും ആ പാലത്തെ കീഴ്മറിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലം പോലും വിണ്ടുകയറാനിടയായി. കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, പഞ്ചസാര തരി മണൽ കൊണ്ട് കടൽ അതിരിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കടൽ ഞാൻ പറയാതെ മുമ്പോട്ടോ ഇടത്തോട്ടോ പോകുകയില്ല. സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് മുമ്പോട്ട് വരുന്നെങ്കിൽ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഈ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഹല്ലേലൂയ വായിച്ച ആ സങ്കീർത്തനത്തിലേക്ക് വരാം. മതി. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നമ്മള് ദൈവവചനം വായിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ചു, നിങ്ങൾ അറ്റാക്കും ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. എത്രത്തോളം ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം പറയുമോ അത്രത്തോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. നമ്മളൊക്കെ വയസ്സായി 19 വയസ്സൊക്കെ ആവാൻ പോവുകയാണ്. നമ്മളൊക്കെ ഒത്തിരിയേ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ 33-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു ധ്യാനമാണ്. എന്താണ്? ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരമാധികാരത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എന്താണ്? ക്രിസ്തുവിന്റെ പരമാധികാരത്തെ സ്തുതിക്കുക എന്നാണ്. നമ്മളിപ്പോ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയോ നമ്മുടെ ചർച്ചയിൽ ഇത് ശക്തമായി പ്രബോധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ അതെല്ലാം കടന്നു വരണം. ആമേൻ. ഇവിടെ ഒരു പ്രസംഗമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ
ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ മണിക്കൂറുകൾ പല ബുക്കുകളെല്ലാം റഫർ ചെയ്ത് ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഇവർ 10 മിനിറ്റ് പ്രസംഗിക്കാൻ പുൽപ്പറ്റിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും നടന്നൊരു പ്രസംഗം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥയോടെയാണ് ഇന്ന് ഈ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ പരമാധികാരത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹല്ലേലൂയ. ഇവിടെ ഒരു നീതിമാന്റെ ഒരു പ്രാർത്ഥന, ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ഒരു നീതിമാൻ യഹോവയിൽ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുന്ന വാക്കാണ് ആദ്യത്തെ 1-ാമത്തെ വാക്യം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നവർക്ക് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നീതിമാന്മാരെ ഹല്ലേലൂയ ദാവീദ് വിളിക്കുകയാണ്, നീതിമാന്മാരെ ഹല്ലേലൂയ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. ആരാണ് നീതിമാൻ? സങ്കീർത്തനം 32:1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആരാണ് നീതിമാൻ? പാപം മറച്ചും എഴുതിക്കുന്നുണ്ടോ? ആ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളെ ലംഘനങ്ങളെ ക്ഷമിക്കണം, പാപം നമ്മളെ മറയ്ക്കണം. എന്ന് പറഞ്ഞാൽ പാപം നമ്മെ മറയ്ക്കുമ്പോൾ ലംഘനം ദൈവം ക്ഷമിക്കാനിടയായിത്തീരും. നമ്മുടെ ഏറ്റുപറച്ചിലൂടെ നമ്മുടെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തോട് നമ്മൾ യാചിക്കുന്ന യാചനകൾക്ക് ദൈവം മറുപടി അയക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ അനുരൂപമാകത്തക്ക രീതിയിൽ ദൈവത്തോട് നമ്മൾ ഏറ്റുപറച്ചിലുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറയാതെ നമ്മൾ ഹല്ലേലൂയ ഒന്നും മിണ്ടാതെ നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞാൽ ദൈവം അത് കേൾക്കുകയേ ഇല്ല. നമ്മൾ വായ് കൊണ്ട് ദൈവത്തോട് ഏറ്റുപറയണം. നമ്മൾ കേവലം മനുഷ്യരാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞ ഞാൻ ഷിബു എന്നാണ് എന്റെ പേര്. അതേ വീട്ടിൽ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞ ഞാനിവിടെ അരുവിക്കരയിലാണ് താമസം. വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാനൊരു പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്നോ, നിങ്ങൾ ഏത് പ്രൊഫഷനാണെന്നോ, നിങ്ങൾ എവിടെയാണെന്നോ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വലിയ മുമ്പൊക്കെയായി നമ്മൾ വലിയവരെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ ആരാണ്? ഹല്ലേലൂയ. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, നമ്മൾ ആരാണ്? ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നമ്മൾ കേവലം ഒരു മനുഷ്യനാണ്. നമ്മൾ കേവലം മനുഷ്യൻ, നമ്മൾ ദൈവമല്ല, ദൈവങ്ങളല്ല, നമ്മൾ കേവലം മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനനം ചെയ്യാൻ കഴിവുള്ളവൻ, നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ളവൻ. നമ്മൾ കേവലം ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു തിരികെ ചേരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു തിരികെ ചേരും. ഈ ഉലകം ശാശ്വതമല്ല, നിത്യതയ്ക്കായി നീ ഒരുങ്ങുക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ഹല്ലേലൂയ. നമ്മൾ കേവലം മണ്ണാണ്. ഈ മണ്ണ് നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ തന്നെ ഈ മണ്ണായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വന്നിറങ്ങിയപ്പോൾ മണ്ണ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മണ്ണ് സംസാരിക്കാൻ തുടങ്ങി. മണ്ണിൽ ഹൃദയത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മണ്ണിൽ ജീവശ്വാസം ഉണ്ടാകാൻ തുടങ്ങി. ഈ മണ്ണ് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരങ്ങളെ മാറ്റാനിടയായി തീർന്നു. കാരണം കേവലം മണ്ണാകുന്ന ഈ മനുഷ്യ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നിറങ്ങുമ്പോൾ മണ്ണിൽ രൂപാന്തരങ്ങൾ ഉണ്ടായി, മണ്ണിൽ അത്ഭുതങ്ങൾ
നടക്കാൻ തുടങ്ങി. മണ്ണിന്റെ ഈ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ഹൃദയത്തെ ദൈവം തുറക്കാനിടയായിത്തീരുന്നു. സപ്തവർണ്ണങ്ങളെ കാണാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഈ മൺകൂടാരമായ ശരീരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ തുടങ്ങി. കേവലം മനുഷ്യ നമ്മെ ഇത്രത്തോളം ഉൾക്കണ്ണുകൾ കൊണ്ട് ആകാശത്തിന്റെ അപ്രഭാളികൾക്ക് മുകളിൽ പോയി പോലും നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയത്തക്ക രീതിയിൽ നമ്മുടെ കണ്ണിന്റെ റെസിസ്റ്റൻസ് ഓഫ് വിഷൻ ഒരിക്കൽ വളരുകയും പിന്നെ വളരാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ ഏക അവയവമായ ഈ കണ്ണിന്റെ റെസിസ്റ്റൻസ് ഓഫ് വിഷനെ ഇത്രത്തോളം ദൈവം ഈ മണ്ണിൽ സ്ഥാപിച്ചിരിക്കുന്നുവെങ്കിൽ ഇതിനപ്പുറമുള്ള സർവശക്തനായ ദൈവം നമ്മെ ഉൾക്കാഴ്ചയെ കൊണ്ട് കണ്ട് അവൻ വസിക്കുന്ന നിത്യസ്ഥലത്തേക്ക് സൗരഭ്യവാസനമുള്ള വജ്രം വൈഡൂര്യം മരതകം രക്തക്കല്ലുകളാൽ നിർമ്മിതമായ സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിത കൊട്ടാരത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കപ്പെടുമ്പോൾ കേവലം മണ്ണായ നമ്മെ ആ നിത്യരാജ്യത്തിലേക്ക് വിളിക്കുവാൻ സന്നദ്ധനായ യേശുവിന്റെ സന്നിധിയിൽ എത്ര പേർക്ക് സ്തുതിപ്പാനിടയായി തീരും. ബൈബിൾ പറയുന്ന കണ്ടോ, നീതിമാന്മാരെ യഹോവയിൽ സ്തുതിക്കുന്നവർക്ക് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇന്ന് പകലിൽ എത്ര പേർക്ക് നേരുണ്ട്? ആമേൻ. എത്ര പേർക്ക് സത്യസന്ധതയുണ്ട്? അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അവിടെ നിൽക്കുന്ന ദൈവദാസന് സത്യസന്ധതയുണ്ടോ? നിങ്ങൾ എന്നെയോ എന്റെ ദൈവദാസനെ നോക്കി നിങ്ങളൊന്നും പഠിക്കരുത്. നമ്മളും അവർ നിങ്ങളെ പോലെ കേവലം മനുഷ്യരാണ്. നിങ്ങൾ നോക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. മാനവജാതിയുടെ അവസാനമില്ലാത്ത തിരുവെഴുത്തെഴുതാൻ പ്രാപ്തനാക്കിയ ഈ അരുമരക്ഷകനായ ദൈവത്തെ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നോക്കിയവരാരും ഇന്നവരെ ലക്ഷിച്ചു പോയിട്ടില്ല. അങ്ങനെ ലക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളാണ്, നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ ലംഘനങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കണം. ഏത് സ്ഥലത്ത് എവിടെയൊക്കെ നിങ്ങൾ പോയാലും നിങ്ങൾ പതറിപ്പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളാണ്. ഹല്ലേലൂയ. അതിനെ അനുരൂപമാകത്തക്ക രീതിയിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വരണം. ബൈബിൾ പറയുന്നത് കണ്ടോ, അത് നേരുള്ളവർക്ക് ഉചിതമാണ്. നിങ്ങൾ എത്ര പേരാണ് നേരോടെ ജീവിക്കുന്നത്, നേരോടെ നടക്കുന്നത്? എപ്പോഴും നിങ്ങളുടെ മനസ്സുകളിൽ അത് നേരുന്ന ചിന്ത നിങ്ങളിലുണ്ടോ? ബൈബിൽ പറയുന്ന യോബ് കൊണ്ടോ, യോബ് നേരുള്ളവനായിരുന്നു. നേരുള്ളവനായിരുന്നു. കാലത്തിന്റെ അധീനതയിൽ ദൈവം അവനെ സഹായിപ്പാനിടയായി. നിങ്ങൾ കണ്ടോ, നേരുള്ളവനായ ദാനിയേൽ ഈ ലോകത്തിൽ കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിനോട് കൂടെ ജീവിച്ചു. അവന്റെ അവസാന നിമിഷങ്ങളിൽ എന്റെ ദൈവം ദാനിയേലിനെ നോക്കി പറഞ്ഞു, ദാനിയേലേ, ഹല്ലേലൂയ, നീ മടങ്ങി വരിക. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കപ്പെടുമ്പോൾ ദൈവം നിന്നെ നോക്കി, നമ്മളെ നോക്കി ദൈവം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? നീ മടങ്ങി വരിക. നീ എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത്, നിനക്ക് തരുന്ന സൗഭാഗ്യത്തെ ഓർത്ത് നീ മടങ്ങി വരണമെന്ന് ഹല്ലേലൂയ നമ്മോട് ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ ദാവീദ് പറയുന്ന